വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. RSS രൂപീകരിച്ചിട്ട് 100 കൊല്ലമായി. BJP രൂപീകരിച്ചിട്ട് 46 വർഷം കഴിഞ്ഞു. BJP എന്ന പൊളിറ്റിക്കൽ പാർട്ടി വന്നിട്ട് അതിന്റെ 46 വർഷത്തെ ആഘോഷങ്ങൾ വിപുലമായി നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ ഒരു ചോദ്യമുണ്ട്. ഈ പാർട്ടി 46 വർഷം കഴിയുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. ഈ പാർട്ടി താഴോട്ടാണോ അത് മുകളിലോട്ടാണോ വളരുന്നത് എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായിട്ടും 2004 വരെ വളരെയധികം സെറ്റ് ബാക്കുകൾ ഉണ്ടായ ഒരു പാർട്ടി BJP 2014 ആയപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യന്റെ കൈകളിലേറിയാണോ ആ പാർട്ടി പിന്നീട് ഉയർന്നു വന്നത്? രണ്ടാമത്തെ കാര്യം, മോദിയിലാണോ ഇപ്പോഴും ആ പാർട്ടി വിശ്വസിക്കുന്നതും സസ്റ്റെയിൻ ചെയ്യുന്നതും? ഇപ്പൊ നെഹ്റുവിന്റെ റെക്കോർഡ് തകർത്ത് 3 കോൺസിക്യൂട്ടീവ് ടേംസ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. 4ാമതും അദ്ദേഹം ഒരു പ്രധാനമന്ത്രി ആയാൽ പുതിയൊരു ചരിത്രമായിരിക്കും. ഇപ്പോൾ 21 സ്റ്റേറ്റിലധികം BJP ഭരിക്കുന്നുണ്ട്. 70% ഇന്ത്യയുടെ പോപ്പുലേഷൻ BJPയുടെ ഭരണത്തിന് കീഴിലാണ്. BJPയുടെ ഏറ്റവും കൂടുതൽ തവണ പാർട്ടിയുടെ അധ്യക്ഷനായിരുന്നത് അദ്വാനിയാണ്. അദ്ദേഹം ഇപ്പോഴും BJP 46 വർഷം കഴിഞ്ഞ് വലിയ കുതിപ്പിലോട്ട് പോകുമ്പോഴും അദ്ദേഹം അതിനെല്ലാം സാക്ഷിയായുണ്ട്. എവിടെയാണ് നിലവിൽ BJP എന്ന് പറയുന്ന ബിഗ്ഗസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി ഇൻ ദ വേൾഡ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഇപ്പോ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്? ഇത് പറയുമ്പോ നമുക്ക് മധുരയിൽ നടന്ന CPM-ന്റെ പാർട്ടി കോൺഫറൻസ് തൊട്ട് തുടങ്ങാം, പാർട്ടി കോൺഗ്രസ് തൊട്ട് തുടങ്ങാം. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, പ്രത്യേകിച്ച് ദേശീയ പാർട്ടികളെല്ലാം തന്നെ അവർക്ക് വർഷാവർഷവും 3 വർഷം കൂടുമ്പോഴോ 5 വർഷം കൂടുമ്പോഴൊക്കെ അവരുടെ ഒരു ദേശീയ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടാറുണ്ട്. ഈ ദേശീയ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിയിൽ ഒരു ശുദ്ധീകരണത്തിനാണ്. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങളുടെ ഏതൊക്കെ നിലപാടുകളും നടപടികളും തെറ്റായിരുന്നു, ഇല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങളെടുത്ത് ഏത് സ്റ്റെപ്പാണ് മുൻകൈ നേടിക്കൊടുത്തത്, നമ്മുടെ പരാജയ കാരണമുണ്ട്, വിജയ കാരണമുണ്ട്, ഇനി ഭാവിയിലേക്കുള്ള കാരണങ്ങൾ എന്താണ്. അപ്പൊ നമ്മൾ ഇതുവരെ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന്റെ നടക്കാറുണ്ട് ഇതുപോലെ ദേശീയ സമ്മേളനം കോൺഗ്രസിന് നടക്കാറുണ്ട്. CPM-ൻ്റെതാണെങ്കിൽ നമ്മൾ അതിനെ നാഷണൽ കോൺഗ്രസ് എന്നാണ് അതിന് പറയുന്നത്. അത് ഇപ്പൊ മധുരയിലാണ്. ഇതുപോലെ തന്നെ BJPയുടെ ദേശീയ സമ്മേളനം നടക്കാറ്. അപ്പൊ ഇത് മൂന്നും നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്ന കാഴ്ച, BJPയുടെ ദേശീയ സമ്മേളനത്തിൽ അവര് അവതരിപ്പിക്കുന്ന പ്രമേയങ്ങൾ, അതായത് അവര് ഒരു പാർട്ടി എന്ന നിലയിൽ അവർ പ്ലാൻ ചെയ്യുന്നത് ഒരു 20 വർഷത്തേക്കോ അല്ലെങ്കിൽ 10 വർഷത്തേക്കോ ഉള്ള പ്ലാനിങ്. ഒപ്പം തന്നെ അവർ ഓരോ തവണ അവരുടെ ഈ സമ്മേളനം നടക്കുമ്പോഴും അവർക്ക് ഉണ്ടായ പരാജയങ്ങൾ അല്ലെങ്കിൽ അവർക്ക് എവിടെ കാലിടറി എന്ന് കൃത്യമായി പഠിക്കുകയും അതനുസരിച്ചിട്ട് മുൻപോട്ട് പോവുകയുമാണ് ചെയ്യുന്നത്. 1951 ജനസംഘം ശ്യാമപ്രസാദ് മുഖർജിയാണ് സംഘം അതിനു വേണ്ടി നിയോഗിച്ചത്. ശ്യാമപ്രസാദ് മുഖർജിയുടെ രാമനോഹർ ലോഹിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ജനസംഘം വന്നിരുന്നു. പക്ഷെ ആ ജനസംഘത്തിന് ശക്തി പ്രാപിക്കാൻ പറ്റിയില്ല. അങ്ങനെ 1980 ഏപ്രിൽ 6 ഭാരതീയ ജനതാ പാർട്ടി രൂപം കൊള്ളുന്നു. ജനസംഘത്തിന്റെ ചിഹ്നം ദീപമായിരുന്നു. ആ ദീപമൊക്കെ മാറ്റി അവർ താമര ചിഹ്നവും ഒക്കെയായി LK അദ്വാനിയും ശ്രീ AB വാജ്പേയിയും അടങ്ങുന്ന സ്ഥാപക നേതാക്കളോട് കൂടിയാണ് 1980 BJP അധികാരത്തിൽ. 1984 ആയപ്പോഴേക്കും അവർ ഇന്ത്യൻ പാർലമെന്റിൽ 2 MP-മാരെ സൃഷ്ടിച്ചെടുക്കാൻ ആ രാഷ്ട്രീയ പാർട്ടി. ഏതൊക്കെയാണ് MP-മാരെന്നറിയാമോ? പലപ്പോഴും നമ്മുടെ ഈ BJPയുടെ ആൾക്കാർ പറയും AB വാജ്പേയിയും LK അദ്വാനിയാണ് MP-മാർ. അവർ രണ്ടുപേരും അല്ല MP-മാർ. MP-മാരായിരുന്നത് ഒന്ന് AK പട്ടേൽ എന്ന് പറയുന്ന ഒരു MP-യും ജങ്കാർ റെഡ്ഡി എന്ന് പറയുന്ന മറ്റൊരാളും. അങ്ങനെ ഈ 2 MP-മാരാണ് BJP 1984. അതായത് പിറന്നു വീണ് അവരുടെ ആദ്യ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 2 MP-മാരാണ്. AK പട്ടേൽ എന്ന് പറയുന്ന ഗുജറാത്തിൽ നിന്ന് ജയിച്ച MP-യും ജങ്കാർ റെഡ്ഡി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. അപ്പൊ ആന്ധ്രാപ്രദേശിൽ അന്നേ ഇവർക്ക് പേരോട്ടം ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് നമ്മുടെ വെങ്കയ്യ നായിഡു ഉൾപ്പെടെ ജയിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നീട് വെങ്കയ്യ നായിഡു ഒക്കെ ABP-യുടെ പ്രവർത്തകർ. അപ്പം അങ്ങനെ ABP ആയിട്ടില്ല, അതിന്റെ ഒരു ശക്തമായ നിലയിലായിട്ടില്ല. അങ്ങനെ വന്നതാണെന്ന് ഞാൻ പറഞ്ഞത് ഈ വെങ്കയ്യ നായിഡു. അപ്പൊ ഈ 2 പേരായിരുന്നു. പിന്നീട് ഈ ജങ്കാർ റെഡ്ഡിയും ഈ AK പട്ടേലും ഒക്കെ പിന്നീട് വാജ്പേയിയുടെ സർക്കാരിന്റെ കാലത്ത് അതിനകത്ത് മന്ത്രിമാരാകുകയും രാജ്യസഭ MP-മാരാകുകയും ഒക്കെ ചെയ്ത് പോയിരുന്നു. പിന്നീടാണ് പക്ഷെ ഈ പാർട്ടി 89 ആയപ്പോഴേക്കും വലിയ വളർച്ച നേടി. പക്ഷെ 84 തന്നെ ഈ പാർട്ടിയുടെ ഒരു വളർച്ച ഇന്ത്യൻ രാഷ്ട്രീയം പരിശോധിച്ച് നമുക്ക് മനസ്സിലാകും. ഈ 84 നടന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ച പാർട്ടി BJP. ഞാൻ പറഞ്ഞത് സിംഗിൾ പാർട്ടിയെ എടുക്കുമ്പോഴുള്ള കാര്യം, അലയൻസ് അല്ല ഉദ്ദേശിച്ചത്. നമ്മൾ കേരളത്തിൽ നമ്മൾ പറയില്ലേ, CPM-ഉം കോൺഗ്രസും കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്നാൽ വോട്ട് പിടിക്കാൻ കപ്പാസിറ്റി ഉള്ളത് BJP-ക്ക് മാത്രമാണ്, അലയൻസ് ഇല്ലാതെ ഒറ്റയ്ക്ക് അവർ നിന്നാൽ. അതേപോലെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ 84-ൽ, അതായത് ജന്മം കൊണ്ട് 4 വർഷം, ജന്മം കൊണ്ടെന്ന് പറയുമ്പോൾ ഇവർക്ക് ജനസംഘം ഉണ്ടായിരുന്നതിന് മുമ്പ് അപ്പൊ തന്നെ ഇവർക്ക് ഒരു ബേസ് ഉണ്ടാക്കി അവർ വെച്ചിരുന്നു. പിന്നെ RSS എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം ഇവരുടെ അണ്ടർഗ്രൗണ്ടിലുണ്ട്. അങ്ങനെ 4 വർഷം കഴിയുമ്പോൾ ഇവർ ഇന്ത്യയിൽ തന്നെ ആ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റേ കിട്ടിയുള്ളെങ്കിൽ പോലും
ഇവർ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ വോട്ട് നേടിയ പാർട്ടിയായി മാറി. അതിന്റെ ഒരു റിഫ്ലക്ഷൻ അടുത്ത തെരഞ്ഞെടുപ്പ് 89 ആയപ്പോഴേക്കും നമ്മൾ കണ്ടു 85 സീറ്റിലേക്ക് അവര് കുതിച്ചു, മുമ്പോട്ട് പോയി. അപ്പൊ ഇവരൊരു നിർണായക ശക്തിയാണ് എന്നൊരു തോന്നല് വരുന്നു. ഇതിനുശേഷം ഈ പാർട്ടിയുടെ ഗ്രാഫ് മുന്നോട്ട് ഉയർന്നു പോവുകയാണ്. വന്ന് അങ്ങനെ ഒരു 88-89 കാലഘട്ടം. അപ്പൊ അതിന് രണ്ടു വട്ടം ഇവിടെ ഈ പറയുന്ന 95, അതായത് നമ്മുടെ രാമജന്മഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട കർഷകരുമൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ശേഷം 95 ആയപ്പോഴേക്കും ഇവര് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ജയിച്ചു ഭരിക്കുന്ന നിലയിലേക്ക് എത്തി. കർണാടകത്തിൽ, സൗത്തിൽ, അന്ന് അവർക്ക് സൗത്തിൽ പ്രാതിനിധ്യം വന്നു കഴിഞ്ഞു. സൗത്തിൽ ഇവർ നിർണായകമായി കർണാടകത്തിൽ വലിയൊരു പവറായി ഇവർ മാറി, സീറ്റുകളൊക്കെ കൂടുതൽ പവറായി മാറി. അതിനു മുമ്പ് തന്നെ ഇവർ യു പി ഒക്കെ ഭരിച്ചിട്ടുണ്ട്. കല്യാൺ സിംഗിന്റെ നേതൃത്വത്തിൽ യു പി, അതൊരു സഖ്യകക്ഷി സർക്കാർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇന്നിപ്പോ യോഗി ഭരിക്കുന്നത് പോലെയോ ഒന്നുമല്ല, സഖ്യകക്ഷി സർക്കാർ, കൂട്ടുകക്ഷി സർക്കാരാണ് ഈ കല്യാൺ സിംഗിന്റെ നേതൃത്വത്തിൽ. അനവധി കൊച്ചു 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 പാർട്ടി, അത് യു പിയുടെ ഒരു ശാപമായിരുന്നു. നാളിതുവരെ ഈ രാഷ്ട്രപതി ഭരണം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സംസ്ഥാനം യു പി ആണ്. ഒരിക്കലും ഒരാളും, നമ്മുടെ രാജ്നാഥ് സിംഗ് അവിടെ മുഖ്യമന്ത്രി ആയിരുന്ന മുമ്പ് 1 വർഷം പുള്ളി ഭരിച്ച മുഖ്യമന്ത്രിയായിരുന്നു. കാരണം അത് ആർക്കും സ്ഥിരമായി നിൽക്കാൻ കഴിയും. പോകും, ഭരിക്കാൻ കയറുന്നു, താഴെ വിടും. അതിന് മുമ്പ് കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. മിക്കവാറും ഒക്കെ ഈ മറ്റുള്ള പാർട്ടികളൊക്കെ ഇതാണ് അവസ്ഥ. അതിനുശേഷം ഈ രാമജന്മഭൂമി മൂവ്മെന്റിന് ശേഷം 95 ഇവർ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും വലിയ രീതിയിൽ തന്നെ അധികാരത്തിൽ വരികയും അവിടെ അവരുടെ ഒരു ബേസ് ഉറപ്പിക്കുകയും ചെയ്തു. കർണാടക സൗത്തിൽ അവരുടെ ഒരു അടയാളപ്പെടുത്തി, അവർക്ക് സീറ്റുകൾ നേടിക്കൊണ്ട് അവരെ അടയാളപ്പെടുത്തി. രാജസ്ഥാനിൽ ഇവർ ജയിച്ചു കയറുന്നു. കാരണം ഈ രാമജന്മഭൂമി പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയ കർഷകരുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഹിമാചൽ പ്രദേശാണ്, ഒന്ന് മധ്യപ്രദേശാണ്, ഒന്ന് രാജസ്ഥാനാണ്. പലരും കരുതുന്നു യു പി ആണ്. അല്ല, യു പി അല്ലായിരുന്നു, ഈ സംസ്ഥാനമാണ്. ഇതിന് ശേഷമാണ് യു പി ഒരു സ്ഥാനം അടയാളപ്പെടുത്തുന്നത്. ഇവര് പ്രത്യേകിച്ച് ഈ ഹിമാചൽ പ്രദേശും മധ്യപ്രദേശും രാജസ്ഥാനും. അപ്പൊ അന്നേ അവർക്ക് അവിടെ വേരോട്ടം ഉണ്ടായിരുന്നു. ജനസംഘത്തിന്റെ കാലത്തും RSSന്റെ ഒക്കെ ഒരു പ്രവർത്തനം കൊണ്ടും അവർക്ക് അവിടെ വേരോട്ടം ഉണ്ടായിരുന്ന സ്ഥലമാണെന്ന് നമുക്കത് മനസ്സിലാക്കാം. അങ്ങനെ 1998 ആയപ്പോഴേക്കും, അതിന് മുൻപ് ഇവരൊന്ന് അധികാരത്തിൽ വന്നിരുന്നു. എപ്പോഴായിരുന്നു? ഈ 96 അധികാരത്തിൽ വന്നു. 13 ദിവസം എ ബി വാജ്പേയി ഭരിച്ചു. അതിനുശേഷം ഒരു 185 സീറ്റുമായിട്ട് അധികാരത്തിൽ വന്നു. അന്നാണ് നമ്മുടെ ജയലളിതയുടെ ഒരു വോട്ടിന്റെ 1 3 വോട്ടിന്റെ ഇതിൽ ആ സർക്കാർ താഴെ പോയി, എ ബി വാജ്പേയി സർക്കാർ. പക്ഷെ 98 ആയപ്പോഴേക്കും ഇവർ നല്ലൊരു പവറിലേക്ക് അധികാരത്തിൽ വന്നു. 183 സീറ്റ് ഇവർക്ക് നേടാൻ കഴിഞ്ഞു. ഇവരെ എല്ലാ പാർട്ടിയും, തൃണമൂൽ കോൺഗ്രസ് ഇവരെ പിന്തുണച്ചിരുന്നു, AIADMK ഇവരെ പിന്തുണച്ചിരുന്നു, ശിരോമണി അകാലിദൾ ഇവരെ പിന്തുണച്ചിരുന്നു. അതായത് ഇന്ന് ഈ പ്രതിപക്ഷത്തുള്ള ഒട്ടുമിക്ക എല്ലാ പാർട്ടിയും ഇവരെ പിന്തുണച്ചിരുന്നു. CPM ഇവർക്ക് പുറത്തു നിന്നുള്ള പിന്തുണയും കൊടുത്തിരുന്നു. അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, കോൺഗ്രസ് ഒഴിച്ച് ബാക്കിയുള്ള കംപ്ലീറ്റ് പാർട്ടികളും BJP ആയിട്ട് ഭരിച്ചിട്ടുണ്ട് ഒന്നിച്ചു ചേർന്ന്. അങ്ങനെ ആ ഒരു സമയത്താണ് നമ്മുടെ ഈ രാജസ്ഥാനിൽ പൊക്രാനിൽ അണു ബോംബ് സ്ഫോടനമൊക്കെ എ ബി വാജ്പേയി നടത്തി. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ ഇടതുപക്ഷങ്ങളുടെ പരോക്ഷമായ പിന്തുണ അവർ പിൻവലിച്ചുകൊണ്ട് പോയത്. കാരണം ഇടതുപക്ഷത്തിൽ നിന്ന് ഈ കോൺഗ്രസിനോട് കലിപ്പുള്ള സമയമാണ്. അമേരിക്കയുമായിട്ട് വ്യാപാര ബന്ധത്തിലൊക്കെ ഒപ്പിട്ടതിലുമൊക്കെ ഒരു വലിയ കലിപ്പിൽ നിൽക്കുന്ന, അവർക്ക് പിന്തുണയൊക്കെ വിഡ്രോ ചെയ്തിരിക്കുന്ന സമയം. ആ സമയത്ത് വാജ്പേയി ഇരിക്കുന്ന സമയത്ത് അതും ഒരു കൂട്ടുകെട്ടി സർക്കാർ, 28 പാർട്ടികളെ കൂട്ടുകെട്ടിക്കൊണ്ടാണ് ഈ വാജ്പേയി ഭരിക്കുന്നത്. അതിനകത്ത് ഈ വെറും പാർട്ടികളല്ല, പഴുതാരയുണ്ട്, പാമ്പുണ്ട്, മൂർഖനുണ്ട്, അണലിയുണ്ട്, തേളുണ്ട്, അങ്ങനെ എല്ലാവരെയും കൂടെ കൂട്ടിക്കെട്ടിക്കൊണ്ടാണ് പോകുന്നത്. അതിനിടയിലും പുള്ളി ഈ ആണവ ബോംബിന്റെ ഒരു പരീക്ഷണം, 2ാം പരീക്ഷണം, ബുദ്ധൻ ചിരിക്കുന്നു എന്നുള്ള പരീക്ഷണം പൊക്കാൻ നടത്താൻ ഒരു ധൈര്യം കാണിച്ചു എന്നു. കാരണം ഇത്രയും എന്താ പറയുക, വിഷങ്ങളുടെ നടുക്ക് നിന്നിട്ട് പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് പുള്ളിയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പം അത് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇസ്രയേലുമായിട്ടും ഒക്കെ നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ എ ബി വാജ്പേയിയുടെ കാലത്ത് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ ബോംബെയിൽ, മഹാരാഷ്ട്രയിൽ ഇസ്രയേലിൽ ഒരു എംബസി തുറക്കാനുള്ള ഒരു ഇത്. അന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, നമ്മുടെ സഹോദരന്മാരാണ് ഇസ്രയേലിലുള്ളത്, ആര്യന്മാർ. അത് ഈ ആര്യന്മാരെ വെച്ചുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ സഹോദരന്മാരാണ് ഈ മെസൊപ്പൊട്ടാമിയ മെഡിറ്ററേനിയൻ എന്നൊക്കെ വന്നത് നമ്മുടെ ആളുകൾ തന്നെയാണ്, അവരും നമ്മുടെ സഹോദരന്മാരാണെന്ന് പറഞ്ഞു. ഇസ്രയേൽ ഇത് പണ്ട് തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കണക്ഷൻ ഒക്കെ ഉണ്ടാക്കി വെച്ചു. ഇതിനിടയിൽ തന്നെ പഞ്ചാബിൽ ഒരു വേരോട്ടം ഉണ്ടാക്കാൻ BJP ശ്രമം തുടങ്ങി. അവർക്ക് ഒരു സഹായകരമായിട്ട് വന്നത് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സിഖ് കലാപം നടന്നിരുന്നു. സിഖ് കലാപം നടന്നപ്പോ ഈ സിഖ് കലാപത്തിൽ ഇരയാക്കപ്പെടേണ്ടി വന്ന സിഖുകാരെ രക്ഷിച്ചത് പലയിടത്തും BJP ആണ്. അതില് പിന്നെ പറഞ്ഞ ഈ പഞ്ചാബീസ് മാത്രമല്ല, ജാട്ടുകളും. ഈ UP വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ BJPക്ക് ഇപ്പോഴും ജാട്ടുകളുടെ പിന്തുണ കിട്ടുന്നതിന് പ്രധാന കാരണം, അന്ന് ഈ ദില്ലിയിൽ നടക്കം ഓടി വന്ന ജാട്ടുകളുണ്ട്. അവർക്കൊരു സേഫ് ആയിട്ടൊരു പ്ലേസ് BJP ഒരുക്കി കൊടുത്തതാണ് ഈ പടിഞ്ഞാറൻ UP എന്ന് പറയുന്നത്. നമ്മുടെ ഈ മധുര ഉൾപ്പെടെ നിൽക്കുന്ന വടക്ക് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിന്റെ ഭാഗം 10-34 സീറ്റുണ്ട് അവിടെ. അപ്പൊ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അതുപോലെ സിഖുകാരുടെ കൂടെ അന്ന് നിന്നത്
കാരണം ഇന്ദിരാഗാന്ധിയുടെ നയങ്ങളോട് ബി ജെ പിക്ക് എതിർപ്പായിരുന്നു. പക്ഷെ ഇന്ദിരാഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് സിഖുകാർക്ക് സുവർണക്ഷേത്രത്തിന്റെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ സിഖ് സംഘടനയോട് കട്ട എതിർപ്പ് തന്നെയായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഈ കലാപത്തിൽ ഇവർ ആക്രമിക്കപ്പെട്ടപ്പോൾ ഇവരുടെ കൂടെ അന്ന് ബി ജെ പി ഉണ്ടായിരുന്നു. അത് ബി ജെ പിക്ക് പഞ്ചാബിൽ ചെറിയ രീതിയിലെങ്കിലും വളരെ നല്ലൊരു കാരണമായി മാറി. മറ്റൊന്ന്, ഹിമാചൽ പ്രദേശ് പോലുള്ള മണ്ണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ബി ജെ പിക്ക് സംഘപരിവാർ മണ്ണ് തന്നെയാണ്. ഇപ്പൊ അവിടെ അവർക്ക് ഭരണമില്ലെന്ന് പറഞ്ഞാൽ അത് അവരുടെ കയ്യിരിപ്പോട്ട് മാത്രമാണ്, അല്ലാതെ അവർക്ക് എപ്പോ വേണമെങ്കിലും ഭരണം പിടിക്കാവുന്ന ഒരു സംസ്ഥാനം തന്നെ ഹിമാചൽ പ്രദേശ്. കാരണം ഈ രാമജന്മഭൂമി ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സ്വയം സേവകർ പോയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും ഈ ഹിമാചൽ പ്രദേശ്. ഇപ്പൊ പിന്നെ ബി ജെ പിക്കാർ വന്ന അമ്മമാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ നിൽക്കുന്നതുകൊണ്ടാണ് അവിടെ അധികാരം കിട്ടാതെ പോകുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിലേക്കാണ് ആ ബി ജെ പിയുടെ ഒരു വലിയ വളർച്ച. പിന്നീട് ഈ പാർട്ടിയുടെ ഗ്രാഫ് താഴോട്ടാകുന്നു. അതായത് എ ബി വാജ്പേയിയുടെ സർക്കാരിന്റെ ഭരണം കഴിഞ്ഞ് 2004 ആയപ്പോഴേക്കും വളരെയധികം ഈ അഴിമതി, ശവപ്പെട്ടി കുംഭകോണമൊക്കെ മനുഷ്യന് ഓർമ്മ കാണും. ജോർജ് ഫെർണാണ്ടസ് അങ്ങനെയുള്ള ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ഈ എ ബി വാജ്പേയി ബി ജെ പി ഒഴിച്ച് ബാക്കി എല്ലാം വ്യത്യസ്ത പാർട്ടികളാണ്. അതിൽ ഇടതുപക്ഷത്തിന്റെ സ്വഭാവമുള്ള പാർട്ടിയുണ്ട്, വലതുപക്ഷത്തിന്റെ ഉണ്ട്, അങ്ങനെ എല്ലാ പിന്തിരിപ്പന്മാരും ഉണ്ട്, കള്ളന്മാരുണ്ട്, കൊള്ളക്കാരുണ്ട്, കൈയിട്ട് വാരുന്നമാരുണ്ട്. ഇവരൊക്കെ അങ്ങോട്ട് അഴിമതി അങ്ങോട്ട് കാണിച്ചു. അങ്ങനെയാണ് ഇന്ത്യ ഷൈനിങ്, ഇന്ത്യ തിളങ്ങുന്ന ഒരു മുദ്രാവാക്യമൊക്കെ ആയിക്കൊണ്ട് എ ബി വാജ്പേയി തെരഞ്ഞെടുപ്പിന് പോകുന്നു, തോറ്റു തുന്നം പാടുന്നു. ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും ബി ജെ പിയുടെ ഗ്രാഫ് താഴോട്ട് പോകുന്നു, വീണ്ടും താഴോട്ട് പോകും. പിന്നെ ആ ഒരു സമയത്ത് ബി ജെ പി ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനങ്ങളിൽ അവരുടെ സംഘടന ശക്തിപ്പെടുത്തുക അവർ ചെയ്തത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കോൺഗ്രസ് താഴോട്ട് പോകുമ്പോൾ, അവർ തകരുമ്പോൾ അവർ ചെയ്യുന്ന പണി ദേശീയ തലത്തിൽ ഈ പാർട്ടി ശക്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. നേരെ മറിച്ച് അവർക്ക് കരുത്തുള്ള ഓരോ സംസ്ഥാനത്തിലും അത് ശക്തിപ്പെടുത്തിയ ഓട്ടോമാറ്റിക്കലായിട്ട് ദേശീയ തലത്തിൽ ശക്തമാകുമല്ലോ. നമ്മുടെ അടിയിൽ ഇളകിപ്പോയ കല്ലെടുത്ത് ഫിറ്റ് ചെയ്യുക, അതിന്റെ മുകളിലുള്ള കല്ലെടുത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗോപുരം കെട്ടാൻ പറ്റും. പക്ഷെ അതിന് ഇവരിപ്പോ ചെയ്യുന്ന പണി വെച്ചാൽ മൊത്തത്തിലൊന്നും ഗോപുരം ഒറ്റടിക്ക് കെട്ടാൻ പറ്റുമെന്ന് ഇവർ നോക്കുന്നു. ബി ജെ പി ചെയ്ത കാര്യം അവിടെ നിന്ന് പഠിക്കണം. അവർ തോറ്റു, ലോക്സഭയിലേക്ക് തോറ്റു. അവർക്ക് മനസ്സിലായി ഇനി അടുത്ത കാലത്ത്, കാരണം അത്രത്തോളം ഇവർ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വെറുക്കപ്പെട്ടവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബി ജെ പി ഒഴിച്ച് ബാക്കിയുള്ള കംപ്ലീറ്റ് ഇവർ ശത്രുക്കൾ, മാധ്യമങ്ങൾ ശത്രുക്കൾ, ലോകരാജ്യം മുഴുവൻ ശത്രുക്കൾ. അങ്ങനെ ശത്രുക്കളുടെ നടുക്ക് നിന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇനിയിപ്പോ നമ്മൾ ദേശീയ തലത്തിലേക്ക് ഒരു ഫൈറ്റ് നടത്തി കഴിഞ്ഞാൽ കയറാൻ കഴിയില്ല. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ സംസ്ഥാനങ്ങളിൽ അധികാരം പിടിക്കുക, സംസ്ഥാനങ്ങൾ ശക്തമാകുക എന്ന ഒരു മുദ്രാവാക്യവുമായിട്ടാണ് അവർ സംസ്ഥാനങ്ങളിൽ ഇറങ്ങുകയും സംസ്ഥാനത്ത് അവർ ശക്തി പ്രാപിക്കുകയും ചെയ്തിരുന്നു. ഇത് കോൺഗ്രസ് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. അവർ ദേശീയ തലത്തിൽ തകരുന്നു. അത് ചെയ്തിട്ട് പിന്നീട് അവര് 2014 നമ്മൾ കാണുന്നു ഒരു പാർട്ടിയുടെ സഹായമില്ലാതെ അധികാരത്തിൽ വരുന്നതാണ്. 2019 അവർക്ക് ഒരു പാർട്ടിയുടെ സഹായം ഇല്ലാതെ വരുന്നു. 2024 ആയപ്പോഴേക്കും അവർക്ക് സഖ്യകക്ഷി സർക്കാരിന്റെ അവസ്ഥയിലേക്ക് പോകേണ്ടി വന്നത് സ്വാഭാവികം മാത്രമാണ്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കണ്ടിന്യൂ ആയിട്ട് ഭരിച്ചു വരുന്ന ഏത് സർക്കാരിനെതിരെയും ചില വികാരങ്ങൾ ഉരുത്തിരിഞ്ഞു വരും. ആ വികാരങ്ങളെ മുതലെടുക്കാൻ പ്രതിപക്ഷത്തിന് പറ്റിയാൽ അവർക്ക് കൂടുതൽ സീറ്റ് നേടാൻ പറ്റും. അതൊരു സിമ്പിൾ ലോജിക്കാണ്. അപ്പം ആ ഒരു സമയത്ത് പോലും അവർക്ക് സഖ്യകക്ഷികളെ ആശ്രയിക്കാതെ തന്നെ, ഇപ്പൊ സഖ്യകക്ഷികൾ ഉണ്ടെങ്കിൽ പോലും അവരെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്നാൽ അവർക്ക് അടിമപ്പെടാതെ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞു. ഇവിടെ വാജ്പേയിയും അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വാജ്പേയിയും ഇവർക്കൊക്കെ കുറച്ച് അടിമപ്പെട്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് ഒരു ടൈം കൂടെ ഭരിക്കാൻ കഴിയുമായിരുന്നു. കാരണം യുവമാരുടെ ഈ കൊള്ളരുതാഴുകയും സഖ്യകക്ഷികളുടെ ഒക്കെ കൊള്ളരുതാഴുകയും ഈ വൃത്തികേടും ഒക്കെ കണ്ടില്ലെന്ന് നടിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഭരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞില്ല. എ ബി വാജ്പേയിയുടെ കഴിഞ്ഞതിന് ശേഷം ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എൽ കെ അദ്വാനി പ്രധാനമന്ത്രി എന്ന നിലയിലായിരുന്നു. പിന്നീട് വന്ന 2 തെരഞ്ഞെടുപ്പിലും ബി ജെ പി മത്സരിച്ചത്. പക്ഷെ അത് പരാജയപ്പെട്ടു. കാരണം ഈ ബി ജെ പിയിൽ തന്നെ 2 മുഖങ്ങളുണ്ട് എന്നാണ് ഇവിടുത്തെ പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. അതിലൊന്ന് മിതവാദികളും തീവ്രവാദികളും എന്നാണ്. അത് മുമ്പത്തെ ഒരു വിവക്ഷയാണ്. മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളിൽ പറയും രണ്ട് വിഭാഗമുണ്ട് ബി ജെ പിയിൽ. ഒന്ന് മിതവാദികൾ, അതായത് എ ബി വാജ്പേയിയെ പോലുള്ള മിതവാദികളും എൽ കെ അദ്വാനിയെ പോലുള്ള തീവ്രവാദികളും. അപ്പൊ ഈ തീവ്രവാദികളാണ് പിടിമുറുക്കുന്നത്. അപ്പം വാജ്പേയിയോട് ഈ മിതവാദം പുലർത്തുന്ന വാജ്പേയിയോട് ബി ജെ പിയിൽ ഒരു വലിയ വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. ഇത് പോരാ എന്നൊരു ഇതുണ്ട്. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ഭരിച്ചതിന്റെ പാട്. കാരണം ഈ 28 കള്ളന്മാരെ കൂട്ടിക്കെട്ടി ഭരിക്കണ്ടേ. അപ്പം അദ്ദേഹം അവിടുന്ന് പോകുന്നു. രണ്ടാമത് വരുന്നത് എൽ കെ അദ്വാനിയാണ്, തീവ്ര വിഭാഗത്തിന്റെ നേതാവ് എൽ കെ അദ്വാനി. പക്ഷെ എൽ കെ അദ്വാനിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ എൽ കെ അദ്വാനിക്ക് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും നല്ല ബന്ധം, CPM ആയിട്ടൊക്കെ നല്ല ബന്ധമാണ് അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ആരും തയ്യാറാകുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഇന്ന് മോദിക്ക്, ഇന്നല്ല ഈ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയപ്പോൾ മോദിക്ക് എന്താണോ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ഒരു മുഖം, ആ മുഖമായിരുന്നു എൽ കെ അദ്വാനിക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒരു ഹിന്ദു തീവ്രവാദ മുഖമായിരുന്നു എൽ കെ അദ്വാനി എന്ന് പറഞ്ഞാൽ ഹിന്ദു തീവ്രവാദി. ഇപ്പൊ ഈ മോദിയെ കുറിച്ച് പറയുന്നുണ്ട്. മോദി എന്ന് പറഞ്ഞ ഹിന്ദു എന്താ അന്ന് ഈ ശൂലം ഭ്രൂണം കഥയൊന്നും ഇല്ല. അപ്പം ഈ എൽ കെ അദ്വാനിക്ക് ആ മുഖമായിരുന്നു. എൽ കെ അദ്വാനിക്ക് പക്ഷെ അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു. 2014 ആയപ്പോഴേക്കും അവര് ഈ
പിന്നെ നമ്മുടെ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിക്കൊണ്ട് മുൻപോട്ട് പോയി. അവർ അതിന്റെ കൂടെ ഒരു ഹിന്ദുത്വത്തിന്റെ കൂടെ തന്നെ സെക്യൂരിറ്റി ഒരു പ്രധാന മുദ്രാവാക്യമായി. ഒപ്പം തന്നെ ഉം. അവർ മുമ്പോട്ട് വെച്ചു, വികസനം കൂടി മുമ്പോട്ട് വെച്ചു. കാരണം അവർക്ക് വികസനം പറയാനുണ്ടായിരുന്നു. കാരണം ഗുജറാത്തിൽ ഈ നരേന്ദ്രമോദി ചെയ്ത വികസനം കൂടെ അവർ മുമ്പോട്ട് വെച്ചു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ ഉം. പാർട്ടിയാണ് ഘട്ടം ഘട്ടമായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഈ ഒരു 46 വർഷം കൊണ്ട് ആ പാർട്ടി കൈവരിക്കാവുന്ന ഒരു വലിയ വിജയം. പക്ഷെ ഇപ്പോഴും അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ചില സംസ്ഥാനങ്ങളുണ്ട്. ഉം. അതിലൊന്ന് കേരളവും മറ്റൊന്ന് തമിഴ്നാടും തമിഴ്നാട്, ഒന്ന് പശ്ചിമ വെസ്റ്റ് ബംഗാൾ. ബംഗാളും ഒക്കെയാണ് അവരിതുവരെ വലിയ അവരുടെ ഒരു. എന്നാൽ വെസ്റ്റ് ബംഗാളിലേക്ക് വരുമ്പോൾ അവരവിടെ പ്രതിപക്ഷമാകാൻ ഈ കാലയളവിൽ അവർക്ക് കഴിഞ്ഞു. കാരണം വെസ്റ്റ് ബംഗാളിൽ അവർക്ക് പ്രതിപക്ഷമാകാൻ കഴിയുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ഈ വെസ്റ്റ് ബംഗാളിലും ത്രിപുരയിലും ഒക്കെ. അതെ, അതെ. കാരണം അവിടെ ഒന്നും ഈ സംഘപരിവാറിന് കടന്നു ചെല്ലാൻ കഴിയാത്ത മണ്ണാണ്. അവിടെയൊക്കെ അവര് ഒരു പ്രതിപക്ഷ നിരയിലേക്കും പിന്നീട് ത്രിപുരയിൽ ഭരണപക്ഷത്തേക്ക് വീഴാൻ അവർക്ക് കഴിഞ്ഞു. തമിഴ്നാട്ടിൽ അവർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകൾ നേടിയിട്ട് നിയമസഭയിൽ ഒരു പ്രാതിനിധ്യം അവർക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞു. അതായത് അത് അണ്ണാമലയുടെ ക്രെഡിറ്റിൽ തന്നെ കൊടുക്കേണ്ടതാണ്. അവർ ആരുടെയും സപ്പോർട്ടില്ല എന്നല്ല, അലയൻസ് ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ പാർട്ടിയുടെ അലയൻസ്. ADMK ഒന്നും സഹായം ഇല്ലാതെ അവർ 4 പേരെ ജയിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇപ്പൊ ADMK BJP ആയിട്ട് എങ്ങനെയൊക്കെ സഖ്യം കൂടുന്നത് പറയുന്നത്. പിന്നീട് അവർക്ക് കേരളത്തിൽ പിന്നെ അവർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു സംസ്ഥാനമായിരുന്നു ഒഡീഷ. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കിഴക്കൻ സംസ്ഥാനങ്ങളാണ്. ഇവിടെയൊക്കെ കടന്നു ചെല്ലാൻ ഇച്ചിരി പ്രയാസകരമാണ്. ആ ജമ്മു കാശ്മീർ. ഒഡീഷയിലൊക്കെ അവർ വളരെ വേഗം ജമ്മു കാശ്മീർ ഭരിച്ചിട്ടുണ്ട്. മറ്റേ PDP ആയിട്ട് ചേർന്ന ഒരു 4 വർഷം ഭരിച്ചിട്ടുണ്ട്. അതെ, PDP ഒഡീഷ ആയിട്ട് ചേർന്ന് തന്നെ. ഒഡീഷ ചേർന്ന് ഇതും ഞാൻ പറഞ്ഞത് ഈ പല സംസ്ഥാനങ്ങളിൽ ഇവർക്ക് പൊടി പോലും ഇല്ല എന്നുള്ള സംസ്ഥാനങ്ങളാണ് പറയുന്നത്. ഒഡീഷയിൽ വന്നപ്പോൾ അവർ 10-23 വർഷമൊക്കെ കാത്തിരുന്ന് അവസാനം അവർ ഭരണം പിടിച്ചു. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പിന്നെ അവിടുത്തെ മാറുന്ന പൊളിറ്റിക്സ് അനുസരിച്ച് സെൻട്രൽ ആരാണോ വരുന്നത് അതിനനുസരിച്ച് മാറുന്ന ഒരു പൊളിറ്റിക്സ് ആണ് ഇത് നമ്മൾ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ കാണും. അവിടെയും അവരൊരു വലിയ ഗിമ്മിക്ക് കാണിച്ചിട്ടുണ്ട്. അസമിൽ അവർക്ക് ഭരണം പിടിക്കാൻ പറ്റും. അസം ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മറ്റു സംസ്ഥാനങ്ങളിലെ പോലത്തെ ഒരു പൊളിറ്റിക്സ് അല്ല അസമിലുള്ളത്. അസമിൽ അവർക്ക് നല്ലൊരു മെജോറിറ്റിയിൽ വരാൻ കഴിഞ്ഞു. അത് ഈ ഹിമന്ത് ബിശ്വ ശർമ്മ അവർക്ക് കിട്ടിയത് കൊണ്ടാണ്. അപ്പം ആ ഒരു വലിയ മെജോറിറ്റിയിൽ അവർക്ക് അതിനു മുമ്പും അവർക്ക് നേതാക്കന്മാരോട് നല്ല നേതാക്കന്മാരുണ്ടായിരുന്നു. അതായത് പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹത്തെ ആയിരുന്നു അവർ ആദ്യം അധികാരം കിട്ടിയപ്പോൾ മുഖ്യമന്ത്രിയാക്കിയത്. പിന്നീട് അദ്ദേഹം കേന്ദ്രമന്ത്രിയാക്കിയത്. അപ്പം ഈ പിന്നെ അധികാരം പിടിക്കാൻ പറ്റും. അതുപോലെ മണിപ്പൂര് അവർക്കൊരു നിർണായക റോളിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ അവർ 2 സ്ഥലത്ത് അവരൊന്നും കാലുറപ്പിച്ചില്ല, ബേസ് ഉണ്ടാക്കിയെടുത്തു. മറ്റു സംസ്ഥാനങ്ങൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ആവാം. അപ്പൊ ഏതാണ്ട് ഒട്ടുമിക്ക ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും BJP ഭരിച്ചതാണ്. ഇന്ന് അവർക്ക് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ 20 സംസ്ഥാനവും BJP അവരുടെ സഖ്യകക്ഷിയുടെ കൂടെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളായി അവർക്ക് മാറാൻ കഴിയും. വലിയൊരു നേട്ടം തന്നെയാണ്. ഇപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് ദക്ഷിണേന്ത്യയിലാണ്. തമിഴ്നാടും ഈ പറയുന്ന തെലുങ്കാന. ഇനിയിപ്പോ അവരുടെ കയ്യിലേക്ക് ഉടൻ എത്താൻ പോകുന്ന ഒരു സംസ്ഥാനം തെലുങ്കാനയാണ്. കാരണം അവിടെ ഒരു പ്രതിപക്ഷ നിരയിലേക്ക് എത്തിക്കഴിഞ്ഞു തെലുങ്കാനയില്. തെലുങ്കാനയും ഏതാണ്ട് ഒരു മഹാരാഷ്ട്ര പൊളിറ്റിക്സ് പോലെ അല്ലെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് പോലെ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അവർക്ക് അതായിരിക്കും ഇനി അവരുടെ അടുത്ത ഒരു ടാർഗറ്റ്. തെലുങ്കാനയാണ് അവരുടെ ടാർഗറ്റ്. മറ്റൊന്ന് തമിഴ്നാട്ടിൽ അവർ 2026 അധികാരം പിടിക്കുക എന്നുള്ളത്. അത് BJPക്ക് ഒറ്റയ്ക്ക് അധികാരം പിടിക്കാൻ കഴിയില്ല. പകരം AIADMKയുമായി ചേർന്നുകൊണ്ട് അത് വളരെ ഈസി ആയിട്ട് നടക്കാവുന്ന ഒരു സാധ്യതയുണ്ട് അത്. കാരണം ഇപ്പോ ഈ ശക്തമായി തന്നെ BJPക്ക് അവിടെ അടിത്തുണ്ടാക്കാൻ അണ്ണാമലയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ BJPയുടെ ഒരു വലിയ ഒരു തള്ളലും ഈ AIADMKയുടെ വോട്ട് ഷെയറും നമ്മൾ കണ്ടതാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് AIADMKക്ക് കിട്ടിയ വോട്ട് പെർസെന്റേജ് കൂട്ടി നോക്കിക്കഴിഞ്ഞാല് DMK അലയൻസിനേക്കാൾ കൂടുതലുണ്ട്. അപ്പം അവർക്ക് ഈസി ആയിട്ട് അതിനെ മറികടക്കാൻ കഴിയുന്നതാണ്. പിന്നെ അണ്ണാമല കേന്ദ്ര മന്ത്രിയാകും എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിന് ശ്രദ്ധ മുഴുവൻ തമിഴ്നാട്ടിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അവരുടെ ലക്ഷ്യം കേരളമൊക്കെയാണ്. കേരളം ഒരു പക്ഷേ വരും നിയമസഭയിൽ ചിലപ്പോൾ 3-4 ഒക്കെ സീറ്റുകൾ ജയിച്ചേക്കാം. അങ്ങനെ വന്നാൽ അതൊരു നേട്ടം തന്നെയാണ്. പടിപടിയായിട്ട് ഉയരാൻ കഴിയും. പിന്നെ ഈ കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനങ്ങളിൽ, കമ്മ്യൂണിസ്റ്റുകൾക്ക് അപ്രമാദത്തിലുള്ള സംസ്ഥാനങ്ങളിൽ BJP പടിപടിയായിട്ട് വളരുകയും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു മേജർ പാർട്ടിയായി മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വെസ്റ്റ് ബംഗാളിൽ അങ്ങനെയായിരുന്നു. BJP അവിടെ ചെറിയ രീതിയിൽ വളർന്നു വരുന്നു. ഒരു MLA പോലും ഇല്ല. ഇങ്ങനെ വളർന്നു വരുന്നു. പെട്ടെന്ന് CPM വീഴുന്നു. ആ ഒരു സ്പേസിലേക്ക് അടിച്ചു കയറി BJP വരുന്നു. ത്രിപുരയിൽ നമ്മൾ കണ്ടതാണ്. ത്രിപുരയിൽ അവരിങ്ങനെ പതുക്കെ വളർന്നു വരുന്നു. ആദ്യം തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ 6 MLA-മാരെ അടർത്തിയെടുത്ത് പ്രതിപക്ഷമാകുന്നു. അതിനുശേഷം CPM ഡൗൺ ആകുന്നു, ഇവർ കയറുന്നു. കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. ഇവരിപ്പോ ഇങ്ങനെ പതുക്കെ വരുന്നുണ്ട്. CPM എവിടെ ഡൗൺ ആകുന്നു അവിടെ ഇവർ കയറും. കോൺഗ്രസ് ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് കോൺഗ്രസ് BJPക്ക് ഒരു വലിയ എതിരാളിയാണ്. കാരണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ചോർത്താൻ പറ്റുന്ന വോട്ടുകൾ എല്ലാം അവർ ചോർത്തി കഴിഞ്ഞിരിക്കുന്നു ഓൾറെഡി. ഇനി അതിൽ നിന്ന് വരാൻ പ്രത്യേകിച്ച് ഹിന്ദു വോട്ടുകളൊന്നും തന്നെ ഇല്ല. മുസ്ലിം ലീഗിന്റെ അതാണെങ്കിൽ കിട്ടത്തുമില്ല. മുസ്ലിം ലീഗിന്റെ വോട്ട് അത് ഒരിക്കലും കിട്ടത്തുമില്ല. പിന്നുള്ളത് ക്രിസ്ത്യൻ വോട്ടാണ്, ക്രൈസ്തവ വോട്ടാണ്. അത് ചെറുതായിട്ട് ഇപ്പൊ ചോർത്തിക്കൊണ്ടിരിക്കുക. അതായത് ഈ കോൺഗ്രസിന്റെ ബലൂൺ എന്ന് പറയുന്നത് കെട്ടഴിച്ച് അവർ വിട്ടുകൊണ്ടിരിക്കുക. അതോടെ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തീർന്നു. അവർക്ക് ഇപ്പൊ ഇനി ഇവിടെ പവർ ആകണമെങ്കിൽ അവർ ചെയ്യേണ്ട പണി CPM-നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. CPM ആണ് ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി കേരളത്തിൽ.
അതിനെ ഇല്ലാതാക്കിയാൽ മാത്രമേ അവർക്കൊരു സ്ട്രോങ് ആയിട്ട് മറ്റു സംസ്ഥാനങ്ങളെ പോലെ ഇവിടെ ജയിച്ചു കയറി ഒരു പ്രതിപക്ഷത്തെങ്കിലും വരാൻ പറ്റും. എനിക്ക് തോന്നുന്നു CPM നാൾക്ക് നാൾ ദുർബലമാവുകയാണ്. ആ ഗ്യാപ്പിലേക്ക് അവർ കയറും എന്നുള്ള കാര്യം ഉറപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വോട്ട് ഷെയർ എന്ന് പറഞ്ഞാൽ അവരിപ്പോ CPM ഇപ്പോൾ ലോക്സഭയെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെന്ന് ജനത്തിനും സഖാക്കൾക്കും തോന്നിയത് കൊണ്ടാണ് ഈ വോട്ട് ഷെയർ ഇങ്ങോട്ട് മാറുന്നത്. ഇത് ആവർത്തിച്ചാൽ അധികം വൈകില്ല. ഒരുപക്ഷെ 2026 കഴിഞ്ഞിട്ട് 30-31 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJP ഒരു മെയിൻ റോഡിലേക്ക് കേരളത്തിൽ വരും, പ്രതിപക്ഷത്തിൽ വരും. എനിക്ക് തോന്നുന്നു അവരുടെ ഒരു രീതി അനുസരിച്ചാണ് ചിലപ്പോൾ അതിന് മുമ്പും വരും. ഇവർക്കൊരു 10-20 സീറ്റൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഭരിക്കാനും മതി. കാരണം ഇവർക്ക് ഈ ആൾക്കാരെ ചാടിക്കാനും മറുകണ്ഠം ചാടിക്കാനൊക്കെ ഇവർ മിടുക്കരായതുകൊണ്ട് അങ്ങനെ സംഭവിക്കാം. ഇതാണ് BJPയുടെ ഒരു ഇതുവരെ കണ്ടിരിക്കുന്ന ഒരു ഗ്രാഫ് വളർച്ച. അതായത് വീഴ്ചകളിൽ നിന്ന് പാഠം പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ് ആ പാർട്ടിയുടെ ഒരു മുമ്പോട്ടുള്ള കുതിപ്പിന് പ്രധാന കാരണമായിരുന്നു മന്ത്രം. അപ്പൊ ഇത് കോൺഗ്രസും ഇതേപോലെ പ്രവർത്തിച്ചാൽ അവർക്ക് ഈ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ അവർക്ക് കഴിയും. അതായത് ഓരോ സ്റ്റേറ്റിലും താഴെ തട്ട് മുതലേ ഹാർഡ് വർക്ക് ചെയ്ത് മുമ്പോട്ടാണ് അവർക്ക് കയറാം. CPM ഒന്നും ഇനിയിപ്പോ ആ നിലയിലൊന്നും നമ്മൾ കാണുന്നില്ല. എങ്കിലും അവരിപ്പോഴും നിലവിൽ ടെക്നിക്കലി അവര് ദേശീയ പാർട്ടിയാണ്. അതുകൊണ്ട് അവരെ നമ്മൾ അങ്ങനെ പറയുന്നത്. അവർക്ക് ഇനിയിപ്പോ കയറി വന്നിട്ടെങ്കിലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനാണ്. താങ്ക് യു വിജയേട്ടാ.